നമസ്കാരം ശ്രോതാക്കളെ, ഞാൻ നിങ്ങളുടെ സിസ്റ്റർ റൂബിനി CTC. മാധ്യമലോകത്ത് പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്. ഒരു നായ ഒരാളെ കടിച്ചാൽ അത് വാർത്തയല്ല, പക്ഷേ ഒരാൾ ഒരു നായയെ കടിച്ചാൽ അതാണ് വാർത്ത. ഈ വാക്കുകൾ ന്യൂയോർക്ക് സൺ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന ജോൺ ബി ബൊഗാട്ടിൻ്റെ പേരിലാണ് പൊതുവെ അടയാളപ്പെടുത്തപ്പെടുന്നത്. ഈ വാക്കുകൾ നമ്മോട് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം വിളിച്ചു പറയുന്നു. സർവ്വസാധാരണമായത് വാർത്തയേ ആകുന്നില്ല. അസാധാരണമായതാണ് വാർത്ത. അപ്രതീക്ഷമായതും സെൻസേഷണലുമായതാണ് വാർത്ത. പതുക്കെ നിശബ്ദമായി ഈ ചിന്ത പത്രപ്രവർത്തനത്തെ മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളെയും രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് സാധാരണ ജീവിതം നമ്മെ ആകർഷിക്കുന്നില്ല. ലളിതമായ ജീവിതം ആവേശമുണർത്തുന്നുമില്ല. അതിനു പകരം നമ്മൾ തേടുന്നത് എക്സ്ട്രാ ആണ്. കൂടുതൽ സമ്പത്ത്, കൂടുതൽ പ്രശസ്തി, കൂടുതൽ അധികാരം, കൂടുതൽ സൗന്ദര്യം, കൂടുതൽ വിജയം, കൂടുതൽ ക്ലിക്കുകൾ, കൂടുതൽ ഫോളോവേഴ്സ്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്. എക്സ്ട്രാ, എല്ലാം എക്സ്ട്രാ. ഇനി നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പിൽ തൃപ്തരാകുന്നില്ല. ഓരോന്നിനു പിന്നാലെ കോമകൾ ചേർക്കുകയാണ്. വീണ്ടും വീണ്ടും എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇങ്ങനെ MORE മോർ എന്ന അവസാനമില്ലാത്ത മത്സരത്തിൽ നാം ഓടിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ എക്സാക്റ്റ് മീനിങ് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് വെറും ഒരു 2 മിനിറ്റ് നിശ്ചലമായി നിൽക്കാനാകുമോ? നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാനാകുമോ? നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ചുറ്റുപാട്. പലർക്കും കഴിയുന്നില്ല. കാരണം നമ്മുടെ മനസ്സ് നിറഞ്ഞൊഴുകുകയാണ് കൂടുതൽ ചിന്തകളാൽ, കൂടുതൽ താരതമ്യങ്ങളാൽ, കൂടുതൽ ആഗ്രഹങ്ങളാൽ. നമ്മൾ ഒറ്റയ്ക്കിരുന്നാലും നമ്മൾ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കല്ല. അകത്ത് തിരക്കാണ്. അപ്പോഴാണ് ഒരുപാട് അപകടകരമായ ഒന്നുണ്ടാകുന്നത്. നമ്മൾ സ്വന്തം അതിർത്തികൾ കടക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ മാനദണ്ഡങ്ങളിലേക്ക്, മറ്റുള്ളവരുടെ വിജയ നിർവചനങ്ങളിലേക്ക്, അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച്, അവരുടെ അസാധാരണ ജീവിതങ്ങളെ അനുകരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. ഇവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ആത്മീയതയിൽ, നൈതികതയിൽ, രാഷ്ട്രീയത്തിൽ, മാധ്യമലോകത്ത് പോലും നമ്മൾ അതിർത്തികൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് നൽകിയ അർത്ഥം നമ്മൾ മറന്നുപോകുന്നു. മറ്റൊരാളുടെ ജീവിതം പകർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ യഥാർത്ഥ തെളിച്ചം ലഭിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ എന്താണ് ശ്രദ്ധിക്കുന്നത്? അവരുടെ ശബ്ദമല്ല, ആഡംബരമല്ല, പക്ഷേ പ്രകാശം. അവരുടെ ഉള്ളിലൊരു ശാന്തമായ പ്രകാശമുണ്ട്. ചുറ്റും പടർന്നൊരു നിശബ്ദമായ പ്രകാശം. അവർ യാത്ര ചെയ്യുന്നത് അകത്തേക്കാണ്, സ്വയം അറിയാൻ, പുറത്തേക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് അവരുടെ യാത്ര ശാന്തവും അർത്ഥവത്വമായി നമുക്ക് തോന്നുന്നത്. അതിനാൽ ഇന്ന് നമുക്ക് ഒരു ധൈര്യമുള്ള തിരഞ്ഞെടുപ്പ് നടത്താം. എക്സ്ട്രാ എന്നതിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. അവസാനമില്ലാത്ത എക്സെട്ര നീക്കം ചെയ്യാം. വാർത്തകളായി ജീവിക്കുന്നത് നമുക്ക് നിർത്താം. മനുഷ്യരായി ജീവിക്കാൻ ആരംഭിക്കാം. കാരണം നമ്മുടെ യഥാർത്ഥ അർത്ഥം നമ്മൾ വീണ്ടും കണ്ടെത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത്, യഥാർത്ഥത്തിൽ ജീവിക്കുന്നതും. നമുക്കെല്ലാവർക്കും അകത്ത് ആ പ്രകാശം വഹിക്കാം.